നിങ്ങൾ +1 കോമേഴ്സ് വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ ടൈം ടേബിൾ കണ്ടിട്ടുണ്ടാകും. കാരണം ഇത് നിങ്ങളുടെ ഫൈനൽ എക്സാം ടൈം ടേബിൾ ആണ്. എടാ, ഈ ടൈം ടേബിൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കൃത്യമായി നോക്ക്, എന്താണ് ഇതിൽ തോന്നിയത്? ആദ്യത്തെ 4 ദിവസത്തിലേക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചെഴുതിയാൽ അതിനുശേഷം 3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നിങ്ങൾക്ക് അക്കൗണ്ടൻസി ഉള്ളത്. കുഴപ്പമില്ല അല്ലേ? അതിനുശേഷം സെക്കൻഡ് ലാംഗ്വേജ് 1 ഡേ ഗ്യാപ്പ് ഉണ്ട്, ബിസിനസ് സ്റ്റഡീസിനും 1 ഡേ ഗ്യാപ്പ് ഉണ്ട്. ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ CA ഉള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളവർക്ക് പിന്നീട് 2 ദിവസം ശേഷം സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. എന്നാൽ അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എക്കണോമിക്സ്, പിന്നീട് മാത്സും. അപ്പൊ അത്യാവശ്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള നല്ലൊരു ടൈം ടേബിൾ ആണ് വന്നേക്കുന്നത്. കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. എടാ, നിങ്ങൾ +1 പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും നിങ്ങൾക്ക് +2 ഇത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ഏതെങ്കിലും മാർക്ക് കുറഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, സാധാരണ പറ്റും. എന്നാൽ അടുത്ത വർഷം നിങ്ങൾ ആരും ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്ന് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ തീരുമാനം എടുക്കുന്നത് സാറേ? ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ലാത്തതുകൊണ്ടാണോ? അതുകൊണ്ടല്ലടാ. നിങ്ങൾ ഇത് കാണുക. ഓക്കെ, നിങ്ങൾ ഇത് കാണുക. ഇത് ഇക്കൊല്ലത്തെ +2 എക്സാമിന്റെ ടൈം ടേബിളാ. ഇത് ഇക്കൊല്ലത്തെ +2 എക്സാമിന്റെ ടൈം ടേബിളാ. നിങ്ങളുടെ +2 ചേട്ടന്മാരുടെ ആ +2 ചേട്ടന്മാർക്ക് +1 മാർക്ക് കുറഞ്ഞ സബ്ജക്ട് അക്കൗണ്ടൻസി ആണെന്ന് വിചാരിക്കുക. ഒരു സബ്ജക്ട് അക്കൗണ്ടൻസി ആണെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക്, നിങ്ങളുടെ ചേട്ടന് അക്കൗണ്ടൻസി എക്സാം ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവൻ മാർച്ച് 9 ഉച്ചയ്ക്ക് ശേഷം പോയി എക്സാം എഴുതണം. ഓക്കെ ആണ്. എന്നിട്ട് അവൻ അന്ന് രാത്രി വന്നിട്ട് ഒന്ന് കിടന്നുറങ്ങി എണീച്ചാൽ പിറ്റേ ദിവസം രാവിലെ +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം എഴുതണം. അത് അത്യാവശ്യം പഠിക്കാനുണ്ട്. ക്ലിയർ ആണേ? നിങ്ങൾക്ക് സാധനം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി താഴോട്ട് വാ. ഇക്കണോമിക്സ് നിങ്ങൾക്ക് +1 അത്യാവശ്യം മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കുക. ഇംപ്രൂവ് ചെയ്യുന്ന ആ ചേട്ടൻ ഇക്കണോമിക്സ് ഉച്ചയ്ക്ക് ശേഷം എഴുതിയിട്ട് പിറ്റേ ദിവസം രാവിലെ പോയിട്ട് +2 അക്കൗണ്ടൻസി പോയി എഴുതണം. അതായത് ഇംപ്രൂവ്മെന്റിന് കൊടുത്ത ഒരാളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ടൈം ടേബിൾ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മാറ്റുമെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. +1 തന്നെ നല്ലൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമേ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ ഇപ്പൊ തൊട്ട്, എടാ, ഇനി നാളേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനൊന്നും ഇനി സമയമില്ല. നിങ്ങൾ നിങ്ങളുടെ ചാപ്റ്ററിന്റെ എണ്ണം നോക്കിയാൽ കറക്റ്റ് മനസ്സിലാകും. ഇപ്പൊ തൊട്ട് നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. നല്ലൊരു ടൈം ടേബിളും തന്നിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത കൊല്ലം ഇമ്പ്രൂവ്മെന്റ് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ പഠിക്കുന്നില്ല എന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞനുജന്മാരെ അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമക്കളെ ആരും അങ്ങനെ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.